ശിവരാജ പിറന്നല്ലോ. പുലിക്കൂട്ടിലല്ല, പുൽക്കൂട്ടിലാണ് പ്രേക്ഷകരെ. വെൽക്കം ടു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് ഓ മൈ ഗോഡ്. അപ്പൊ ഇന്ന് ആരെയാണ് പറ്റിക്കാൻ പോകുന്ന പൂജു? എല്ലാവരുടെയും ഫേവറേറ്റ് സിംഗർ ആയ നജീമിന്റെ സൂപ്പർ ഫാനിനെ പറ്റിക്കാൻ പോണത്. നജീമാണ് നമ്മളെ ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ വരാവുന്ന സപ്പോർട്ട് ചെയ്യാനും വരാം. നജീം മാത്രമല്ല, നജീമിൻ്റെ ഉമ്മയുണ്ട്, നജീമിൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. ഈ സൂപ്പർ ഫാൻ എന്ന് പറയുന്നത് കുറച്ച് ദൂരെയാണ്. പുള്ളി ഭയങ്കര ഫാനായിട്ട് 7 വർഷത്തോളം ഫാനായി പുള്ളിയുടെ കൂടെ നിൽക്കുകയാണ്. പുള്ളിയെ കൂടി ഇൻ്റർവ്യൂ ഇരുത്തുന്നു. ബാക്കി രസകരമായാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ വെൽക്കം വൺസ് അഗെയിൻ ടു ദ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് OMG. സ്റ്റേ ട്യൂൺ. കൗമുദി ടി വിയിലെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ്. സാധാരണ ക്രിസ്മസിന് ഞങ്ങൾ വരാറുണ്ട് നല്ലൊരു ഗസ്റ്റുമായിട്ട്. ഇത്തവണത്തെ ഞങ്ങളുടെ ക്രിസ്മസ് അടിപൊളി. കാരണം പേഴ്സണലി നമുക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ടോടാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് മാത്രമല്ല കുറെ ഫാൻസിനും പേഴ്സണലി അറിയാം. കുറെ ആൾക്കാർ ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്ന ഒരു സിംഗറാണ്. വെരി യങ്, ടാലന്റഡ്, എല്ലാം കൂടെ ഡൗൺ ടു എർത്ത്. നമുക്ക് പേരിൽ സെലിബ്രിറ്റി എന്ന് പറയാൻ പറ്റും. റൈറ്റ്. സോ ലെറ്റ്സ് വെൽക്കം നജീം. താങ്ക് യു നജീം. മെറി ക്രിസ്മസ് ചാനലിലെ വക, ഞങ്ങളുടെ പേഴ്സണലി വക ഒരുപാട് സന്തോഷം. ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു യു. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. നല്ല പടങ്ങള്, പാട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ ക്രിസ്മസ് ഇങ്ങനെ നിന്ന് നല്ല സന്തോഷത്തോടുകൂടി പോവാണ്. എന്തായാലും നജീം, പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ നജീമിന്റെ ക്രിസ്മസിനുള്ള എന്തെങ്കിലും സ്പെഷ്യൽ വരുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഇപ്പം റണ്ണിംഗ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പടം കട്ടപ്പനയിലെ ഋത്തിക് റോഷനാണ്. സൂപ്പർ ഹിറ്റ്. പിന്നെ വരുന്ന സിനിമ ജോമോന്റെ സുവിശേഷങ്ങൾ, പിന്നെ അതുപോലെ ഫുക്രി എന്നൊരു പടം. അതെ, ഫുക്രിയിലുണ്ട്. അതിലും നല്ല ക്രിസ്മസിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്രിസ്മസിന് പാട്ടുകൂടെ തുടങ്ങി ഞങ്ങളും കൂടാം. മനോഫലകങ്ങളിൽ നിന്റെ കൽപ്പനയോടെ ജീവിതമാം സീനായ് മാമലയിൽ എരിതി ചെടിയായി വളരണമേ യഹോവേ. സോ നൈസ്. എനിക്കും കൂടെ പാട്ട് പാടാൻ അറിഞ്ഞിരുന്നെങ്കിൽ. അപ്പൊ ഈ ഒരു നിമിഷത്തിൽ ആരെയാണ് നമ്മളുടെ കൂടെ ഈ പ്രോഗ്രാമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യം? നമ്മുടെ സുഹൃത്തുക്കളും ഉണ്ട് കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ. ഒരാള് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ആണ്. 8 വർഷമായിട്ട് പരിചയമുള്ള നമ്മുടെ കൂടെയുള്ള സുഹൃത്തുമാണ്. നമ്മുടെ പ്രൊഫഷണലി ഒരു ഫ്രണ്ടാണ്. ബാലമുരളി എന്ന് പറയും. എറണാകുളത്ത് CS ഡിജിറ്റൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ പുള്ളിയുടെ സ്റ്റുഡിയോ ആണ്. അപ്പം എൻ്റെ മിക്കവാറും പാട്ടുകൾ അവിടെയാണ് വോയിസ് എടുക്കാറുള്ളതും. അങ്ങനെ മാത്രമല്ല, അതിലുപരി ഒരു സുഹൃത്തുക്കളാണ് ഞങ്ങൾ. അതുപോലെ വേറൊരു ആളും കൂടെ വരുന്നുണ്ട്, സിറാജ് എന്ന് പറഞ്ഞിട്ട്. സിറാജ് നാസർ. പുള്ളി തലയോലപ്പറമ്പിലാണ്. പുള്ളി എന്ന് പറഞ്ഞാല് എൻ്റെ വലിയൊരു വെൽവിഷറായിട്ട്, ഒരു പക്ക ഫാനാണ്. അതെ. അങ്ങനെ വന്ന് ഫേസ്ബുക്കിലൂടെ വന്ന് പരിചയമായി. പിന്നെ അങ്ങനെ വളരെ ക്ലോസ് ആയി. ഇപ്പോൾ ഫാൻസ് അസോസിയേഷന്റെ പേജ് നോക്കുന്ന പുള്ളിയാണ്. അതെ, പുള്ളി തന്നെയാണ് മെയിൻ എല്ലാ കാര്യങ്ങളും. അപ്പൊ ആ സർക്കിളിൽ അവർ വന്നാൽ നമ്മുടെ ചാറ്റ് കുറച്ച് രസകരോ. വേറെ ആരുമില്ല. So let's welcome all of them. ബാലമുരളി and സിറാജ് അല്ലേ? ടച്ച് ചെയ്യണ്ടായിരുന്നോ? ടച്ച് ചെയ്യണ്ടായിരുന്നു ബാബുജി. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണേ അവർക്ക്. ചെറുതായിട്ടൊന്ന് പരട്ടി വിട്ടാൽ മഴ നമ്മളെ ചതിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് റെഡിയാവണം. ഔട്ട്ഡോറാണ്, ഷൂട്ട് ചെയ്യണം. ഓർമ്മയാണ്. വേഗം നാവിട്ട് കുറച്ച് സ്പീഡപ്പ് ആവ്. നിങ്ങളെ കാര്യം നോക്ക്. അയാൾ സെറ്റ് ചെയ്ത് നോക്കും. 3 ദിവസമായി ഉറങ്ങിയിട്ട് നിങ്ങളവിടെ ചുമ്മാ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയല്ലേ? സമയം എടുക്കും. അപ്പോൾ ഇവിടുന്ന് പോകണില്ല നിങ്ങളൊന്ന്? പോകാൻ വേണ്ടി തന്നെ വന്നത്. 3 ദിവസം എന്തോന്ന് കിരണേ ഇത് ഒരു ഇത്. റെഡി ഓൾ ക്രൂ റെഡി. ആർട്ടിസ്റ്റ് റെഡി ആക്ഷൻ. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്. ആൻഡ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ആരുടെ കൂടെയാണ്?
Christmas special episode, the special guest ആയ നിജാം and his friends. നിജാം മൈൻഡ് ഇവിടെ ഇട്. ആർട്ടിസ്റ്റ് റെഡി, ആക്ഷൻ. റെഡി, സോറി സാർ, റോളിംഗ് ഞാൻ പറഞ്ഞു. റെഡി, സോറി, റെഡി, ആക്ഷൻ. ആക്ഷൻ ആണോ? സോറി സാർ. ഇയാളാണ് പറഞ്ഞ ഞാനാ പറയണേ. റെഡി, ഓക്കെ ഓക്കെ, റെഡി റെഡി, റോളിംഗ് ആണോ? റോളിംഗ്, ഓക്കെ. എന്താ? ആക്ഷൻ. വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ മനോഹരമായ ക്രിസ്മസ് ആഘോഷത്തിൽ നമ്മളോടൊപ്പം ആരാണ്? Christmas special episode, Christmas special guest. I know, but why is it coming? Parana Samit is going wrong. Ready sir, ready sir. Sorry sir, sorry sir. Ready sir, ready sir. Ready. ആക്ഷൻ. സോ വെൽക്കം ബാക്ക്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ മനോഹരമായ ക്രിസ്മസ് ദിവസത്തിൽ നമ്മളോടൊപ്പം ആരാണ്? ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റ് ആയ നജീം അർഷാദാണ്. യെസ്, ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ഫീൽ ഒന്നും ഇല്ല, അല്ല ഞങ്ങൾ അടങ്ങി ഒതുങ്ങിയൊക്കെ നിൽക്കേണ്ട വലിയ ഗസ്റ്റാണ്. ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ, കാണുന്ന പ്രേക്ഷകരോട് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബാലമുരളിയും നമ്മുടെ സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട്. ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്. ഹാപ്പി ക്രിസ്മസ് ബ്രോ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. റൈറ്റ്. അപ്പോൾ എങ്ങനെയുണ്ട് നജീമിനെ പറ്റി ഓർക്കുമ്പോൾ? നജീമിന്റെ കുറച്ച് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാട്ടോ. വ്യൂവേഴ്സിന് അറിയാത്ത ഫൺ കാര്യം പറഞ്ഞോളൂ. അതൊരു 7 വർഷം മുന്നെയാണ് നജീമിനെ മീറ്റ് ചെയ്യുന്നത്. അതെ അതെ, ഒരു സോങ് പാടാൻ റിയാലിറ്റി ഷോയുടെ മുമ്പാണോ അതോ അതിന് ശേഷമാണോ? ആ സമയത്ത് ആ സമയത്ത് ഒരു ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. അപ്പൊ ചേട്ടൻ എറണാകുളത്തുമാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എറണാകുളം ചേകരണം. ഓക്കെ. നജീം അപ്പോൾ ട്രിവാൻഡ്രാണ് ബേസ്. ഇപ്പോഴും ഇപ്പൊ കൊച്ചിയിലെ ഇപ്പം നമ്മുടെ തൊട്ട് റെക്കോർഡിങ്സ് ഒക്കെ കൊച്ചിയിലല്ലേ. എന്താ സംഭവം? കട്ട്. ഇതാ ഞാൻ കുനിഞ്ഞല്ലോ പോസ് ചെയ്ത്. ഏതാ ആരിപ്പോ എന്താ കുഞ്ഞു കളിക്കുന്നത്? റെഡി. ഫാൻസ് ഒക്കെ വന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാ അവരോട്? അതിന് വലിയൊരു ഉദാഹരണം ഉണ്ടല്ലോ, ഒരു ബിഗ് ഫാൻ തന്നെ തൊട്ടപ്പുറത്തുണ്ട്. അത് ചോദിക്കാം. റൈറ്റ്. എങ്ങനെയുണ്ട് നജീമേട്ടനെ, അല്ല നജീമിക്ക അല്ലേ, നജീമിക്കനെ പരിചയപ്പെട്ടത് എന്നാണ് ആദ്യം? സാധാരണ പാട്ടുകൾ കേൾക്കുമ്പം ഒരു പ്രത്യേക ഇഷ്ടം തോന്നാറുണ്ട്. ആദ്യം കണ്ടിട്ട് പരിചയപ്പെട്ടിട്ടാണോ പാട്ടുകൾ കേട്ടത്? അല്ല, അതിന് മുമ്പ് കേൾക്കാറുണ്ട്. പിന്നെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു, ട്രൈ ചെയ്തിട്ട് കിട്ടണില്ല. ഇല്ല നമ്പറൊന്നും കിട്ടിയിട്ട് കാര്യമില്ലെന്ന് അറിയാം. അങ്ങനെ ഞാനൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി. അത് ഒരു പേരിൽ ഒരു പേജ് ഉണ്ടാക്കി. അങ്ങനെ കുറച്ച് ലൈക്ക് ആയി കഴിഞ്ഞപ്പം എനിക്കൊരു പേടി, ഇനിയിപ്പം പുള്ളി റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് പ്രശ്നമാവല്ലോ. ഇതാ അതിൻ്റെ കൂടെ അദ്ദേഹത്തും കൂടെ ചോദിക്കണം, ഇതൊക്കെ എങ്ങനെയാണോ എന്നൊക്കെ നിങ്ങൾ അദ്ദേഹത്തും കൂടെ ചോദിച്ചിട്ട് വേണം ഇതൊന്ന് കറക്റ്റ് ചെയ്ത് പോകാൻ. പുള്ളി ഫുള്ളായിട്ട് പുള്ളിയുടെ ബൈറ്റിൽ തന്നെ അങ്ങനെ പോകാൻ പറ്റില്ല. കോടതി പറയാൻ കേക്ക്, അയാളെയും കൂടെ അതിനകത്ത് മിങ്കിൾ ചെയ്യിക്കുക. അയാൾ പിന്നെ വെറുതെ ഇരിക്കില്ലേ. ശരി, റെഡി. അപ്പൊ നമ്മളിപ്പോ കണ്ടത് വെച്ച് കണ്ടിട്ടില്ല, പേജ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇക്കാടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാ മനസ്സിൽ ഓർമ്മയുള്ള? ഒന്ന് പാടിയും പറ്റും, കാരണം ഒരു ചാൻസ് അല്ലേ ബായ്, സ്വന്തം ആളുടെ മുമ്പ് 2 വയസ്സ് കൂടുക എന്നുള്ളത്. പാട്ട് കൊള്ളത്തില്ല, ഞങ്ങൾ കുറ്റം പറയത്തില്ല, കാരണം നമുക്കറിയാം. ധൈര്യമായിട്ട് പാടിക്കും. അങ്ങനെ നജീം പാടി പാട്ടാണ് പാടേണ്ടത്. ഇപ്പം കട്ടപ്പനയിലെ പുതിയ സോങ് ഓടിക്കൊണ്ടിരിക്കുന്ന പാടിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഉത്തരവാദികളെ അല്ല, ചിലപ്പോൾ കട്ട് ചെയ്യാനുള്ള ഞങ്ങൾ ഉത്തരവാദികളെ അല്ല. അഴകേ അഴകേ നനു നനൈ വീഴും അഴകേ ഇനിയും മിഴികൾ ഒരു നിഴലായി നിൻ വഴിയേ. അത് മറന്നുപോയതാ. സിറാജിന് ലൈക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ വേസ്റ്റ് ഓഫ് ടൈം ആണ് ഒരു സെലിബ്രിറ്റിയുടെ പുറകെ ഇങ്ങനെ പോയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവരെ പ്രൊമോട്ട് ചെയ്ത്? പണ്ടൊക്കെ ഞാൻ ടിപ്പിക്കലായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ, ഇല്ല അങ്ങനെ വേസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ പരിപാടി തുടങ്ങി വെക്കും. വീട്ടുകാരെ പണ്ടൊക്കെ ടിപ്പിക്കലായിട്ട് പറയും. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പണ്ട് പോകുമ്പോൾ, അപ്പോൾ നമ്മൾ കളിച്ച് വലിയ ചെറിയ ട്രോഫി കൊണ്ടൊക്കെ വീട്ടിൽ വരുമ്പോൾ നമ്മളോട് പറയാറില്ല പണ്ട് പേരൻസ് ഒക്കെ, സച്ചിനും ഗാംഗിലും ഒക്കെ പോയി നീ ഇങ്ങനെ കളിച്ച് നടന്നു, നീ അവസാനം അവരും കാണത്തില്ല. അതുപോലൊരു തോന്നൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചേ? ഇല്ല അങ്ങനെ ഒരു തോന്നുന്നു. സംഗീതത്തിന് അങ്ങനത്തെ ഒരു പ്രോബ്ലം അല്ലേ? ഇല്ല പ്രോബ്ലം ഇല്ല. ഇനി നമുക്ക് എന്താണ് പ്രൊഫഷൻ? നിങ്ങൾ എന്തോ ചെയ്തോണ്ടിരിക്കുന്നത്? റോൾ ചെയ്തില്ലേ? ഒന്നേന്നോ? ഇത് സമയമില്ലാത്ത സമയത്താണ് ഈ സംഭവം ചെയ്യണമെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക പ്ലീസ്.
നിങ്ങൾക്ക് നേരത്തെ പോണം എന്നൊക്കെ പറഞ്ഞോണ്ട് നിന്നിട്ട് നിങ്ങൾ ഇങ്ങനെ തുടങ്ങി നീ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് എപ്പിസോഡ് തീർക്കാമല്ലോ. പുറത്തുനിന്ന് വന്നു നിങ്ങൾ എന്നെ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണോ? അല്ല മൂന്നും കൂടെ ഒരു വളരെ സൂക്ഷിച്ച് സംസാരിക്കേ. വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പോണം. ആക്ഷൻ. സിരാജിന് എന്താണ് ഉണ്ടായിരുന്നത് നജീമിന്റെ ഫേസ്ബുക്ക് പേജൊക്കെ? ഐ മീൻ ഒരു ചാരിറ്റി സൈഡായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അങ്ങനെ വല്ല പ്രവർത്തനങ്ങളുണ്ട്? ഇപ്പം ആക്ടേഴ്സിന് ചാരിറ്റി ചെയ്യാറുണ്ടല്ലോ ചിലർ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു റിക്കൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടൊരു പയ്യൻ്റെ പോസ്റ്റർ ഇങ്ങനെ ഷെയർ ചെയ്യണമെന്നും പറഞ്ഞു വന്നിരുന്നു. ഓക്കെ. അപ്പം ഞാൻ ഇക്കായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞ് ചെയ്തു. പിന്നെ എന്നെ വിളിച്ചിട്ട് കുറച്ച് എമൗണ്ട് കൊടുക്കാനായിട്ട് ഏൽപ്പിക്കുകയും ചെയ്തു. ആരെടുത്ത് ഏൽപ്പിച്ചു? എൻ്റെ അടുത്ത് ഏൽപ്പിച്ച് കൊടുത്തേക്കാൻ പോലെ. അല്ല നജീം ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ പിന്നെ നമ്മുടെ നിങ്ങളെ ഈ ഫാൻസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞത് ഒരു 3-4 പേര് ഉണ്ടെന്നാണ്. അപ്പോൾ ഇപ്പം വരുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാ ഫാൻസുകാരും കൂടെ അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരാളിനെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു സർപ്രൈസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾ ഒരാളെ മാത്രം ഇപ്പം 2 പേരാണ് വന്നത്. ബാക്കിയുള്ള ആളുകളെ കുറിച്ച് ഫാനല്ല, ഇത് ഫ്രണ്ടാണ്. അല്ല ഇത് നമ്മുടെ കൂടെ സൗണ്ട് എഞ്ചിനീയറാണ്. പുള്ളി പോരെന്നാണോ പറയുന്നത്? അല്ല പുള്ളി അല്ല ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ സാധാരണ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യില്ല. അപ്പം അങ്ങനെ വെച്ചാൽ അല്ലാതെ വെറുതെ ഒരു സെലിബ്രിറ്റിയുടെ കൂടെ പറഞ്ഞിരുന്നത് അല്ല അതല്ല ഇത് പറഞ്ഞപ്പോഴത്തേക്ക് നല്ല കുറച്ചുകൂടെ നല്ലൊരു ആളിനെയാണ് കൊണ്ടുവരുന്നത്. അതൊക്കെ മോശമല്ലേ? ഒരാളെ ഇരുത്തിയിട്ട് ഇങ്ങനെയൊക്കെ അപമാനിക്കുന്നത് മോശമാണ്. ഞങ്ങൾ ചേട്ടൻ എങ്ങനത്തെ ഫാൻസാണ്? നമ്മുടെ കണ്ടിട്ടുള്ള ഫാൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളിനെ പറ്റിച്ചേർന്ന് ഇങ്ങനെ നടക്കുക, അവർ പോകുന്ന പ്രോഗ്രാം സ്ഥലങ്ങളിലേക്ക് ഇത്രയൊക്കെ ചെയ്താൽ അതൊക്കെയാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളി ചെയ്യുന്നുണ്ടെന്നേ. ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ ഒരു കേസേ ഉള്ളൂ. അതുപോലെ ഒരുപാടുണ്ട്. അങ്ങനെയല്ല ഇങ്ങോട്ട് ഈ പുള്ളി ആര്? നമുക്ക് ആവശ്യമായ സാധനമല്ലേ വേണ്ട. ഞാനൊരു കാര്യം പറഞ്ഞു, ഈ പുള്ളി ആര് സംവിധായകനാക്കി? എനിക്കറിയത്തില്ല ആരാ ഈ പുള്ളിയെ പിടിച്ച് സംവിധായകനാക്കി. അറിയാത്ത നിങ്ങൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടോ. നിങ്ങൾ വർക്ക് ചെയ്യാൻ വന്ന ആങ്കറാണ്. ആയിക്കോട്ടെ, നിങ്ങൾ എത്ര സമയം ആയിക്കോട്ടെ, അത് വലിയ വിഷയമല്ല. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു വർക്കിന്റെ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമായ സാധനം എനിക്ക് എടുക്കണം. നിങ്ങൾ പറയുന്ന സാധനം എനിക്ക് ആവശ്യം വർക്കിന് ആവശ്യമായ സാധനമാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആവശ്യപ്പെടുന്നത് അതിനെങ്ങനെ ഔട്ട്പുട്ട് തരിക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. ചേട്ടാ നല്ല രീതിയിൽ ഷൂട്ട് പോയിക്കോട്ടെ. നല്ല രീതിയിൽ നിങ്ങളെ നമ്മള് പിന്നെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതിനകത്ത്. അപ്പൊ ഇപ്പൊ എവിടെ തുടങ്ങണ്ടേ? പറഞ്ഞോല്ലേ ചാരിറ്റി വേറെ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മറ്റേ പറയാനാണ് ഒരുപാട് കാണുമല്ലോ. പറയാനാണ് ഒരുപാടുണ്ട്. എന്ന് വെച്ചാൽ പാടില്ലാതെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറ്റി കിടക്കണവർക്ക് പൈസ കൊടുക്കാറുണ്ട്. അത് എടുത്തു പറയാനായിട്ട് ഈ നിങ്ങൾ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ഇവിടെ പോണത്. ഈ പുള്ളിക്ക് വട്ടാണ്. അത് 2 ടൈറ്റ്. നിങ്ങൾ ടൈറ്റ് വെച്ചിട്ടാണ് പോയ എവിടെയെങ്കിലും ഇറങ്ങി പോയാ? നമുക്കറിയാം. പുള്ളി വെള്ളമാണോ? 3 ക്യാമറ ഉണ്ട്. 3 ക്യാമറ 2 ടൈറ്റ് വെച്ചിട്ടുണ്ട്. വൈഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറാമാനാണ്. 2 ടൈറ്റ് വെച്ചിട്ടുണ്ട്. 1 വൈഡും വെച്ചിട്ടുണ്ട്. ഞാൻ ക്യാമറാമാനാണ്. എന്റെ പരിപാടി സ്റ്റുഡിയോ ആണ്. പഠിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ എടുത്തിട്ട് പോകാൻ നോക്കാം. അല്ല അതൊന്നും എനിക്ക് നിങ്ങളെ വേണ്ട കാര്യമില്ല. ചേട്ടനോട് പറയേണ്ട കാര്യം. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഞാൻ ഈ പ്രോഗ്രാമിൽ ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നജീമിന്റെ ഫാൻ ആയതുകൊണ്ട് നിങ്ങൾ ഈ പ്രോഗ്രാമിൽ ഇന്റർവ്യൂ ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. നിങ്ങളോട് നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ പറയും. അപ്പൊ നിങ്ങൾ സംസാരിച്ചാൽ മതി. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് ഈ ഫ്രെയിമിലാണ്. നിങ്ങൾ ക്യാമറ ബാക്കിലല്ല നിന്നത്. ഇത് ടൈറ്റ് ആണോ വൈഡ് ആണോ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റി? ഇവിടെ നിന്നുണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഗസ്റ്റുകളോട് ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ചാനലിന്റെ ക്രൂസ് അയാൾ സ്റ്റുഡിയോ ഉള്ള ആളായോ ക്യാമറമാൻ ആയിക്കോട്ടെ ആരായിക്കോട്ടെ അതൊന്നും എന്നെ സംബന്ധിക്കുന്ന ഒരു വിഷയമല്ല. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പുള്ളി മാറണമെന്നാണോ? പുള്ളി മാറണമെന്നുള്ളതല്ല, പുള്ളിയുടെ പെർഫോമൻസും ഒക്കെ അല്ല.
എന്ത് ഡാൻസ് ഒന്നും കളിക്കുന്നില്ല ഡാൻസ് കളിക്കുന്നത് മാത്രമേ വോയിസ് ആണെങ്കിൽ അത് പെർഫോമൻസ് ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു ഇതൊക്കെ വേണ്ട പഞ്ച്വാലിറ്റി പഞ്ചൊക്കെ വേണ്ട ഒരു സാധനം പറയുമ്പോൾ പഞ്ച് തെറ്റിദ്ധരിപ്പിക്കാണ് വാക്കിനെ വളച്ചു പിടിക്കരുത് പ്ലീസ് മനസ്സിലാക്കൂ. നിങ്ങൾ ഇരിക്കൂ വർക്ക് നടക്കട്ടെ. നിങ്ങൾ എന്താ എണീച്ചേ? അല്ല എനിക്ക് പഞ്ച്വാലിറ്റി ഇല്ല. അല്ല നടക്കൂല പഞ്ച്വാലിറ്റി. ഓക്കെ റെഡിയാണോ? റെഡിയാണോ? ആക്ഷൻ. എന്റെ തന്നെ മൂഡ് പോയി. ആക്ഷനിലാണോ നിങ്ങൾ നിന്റെ മൂഡിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്? അവിടെ ആൾക്കാരൊക്കെ വന്നു. ഹോട്ടലിൽ ആൾക്കാർ സെക്യൂരിറ്റി വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞേക്കാം, സെക്യൂരിറ്റീസ് ഒക്കെ ഇറങ്ങി. അതെ, ഇവളെ 7 വർഷമായി. അല്ല സോറി, ഞങ്ങൾ ഒരുമിച്ച് 10 വർഷമായി ആങ്കറിങ്. റെഡി. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ സമയമാണ് നിങ്ങളുടെ ഈ വിലയേറിയ സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. മനുഷ്യന്റെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയും പ്ലീസ്, 2 വാക്ക്. വൈൻഡപ്പ് ചെയ്യാനുള്ള ഉദ്ദേശമാണോ? അല്ല, ഞങ്ങൾ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനല്ലേ വൈൻഡപ്പ് ചെയ്യുന്നത്? പിന്നെ ഇങ്ങനല്ലേ വൈൻഡപ്പ് ചെയ്യുന്നത്? കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞോ? ഇല്ല, ഒരാളോട് ചേട്ടൻ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ബാലിച്ചേട്ടാ പറഞ്ഞു. എന്തായാലും നജീബിൻ്റെ ഒരുപാട് സോങ്ങുകൾ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഒരു 70% നജീബ് പാടി ഒരുപാട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നജീബ് ഒരു നല്ലൊരു വ്യക്തിയാണ്. മറ്റുള്ളവർ സത്യമായിട്ടും എന്റെ ലെവല് മൊത്തം പോയിരിക്കുന്നത്. എന്താ പറയുന്നത്? അല്ല പുള്ളി പറഞ്ഞില്ലേ ഇനി ഇതിലും വരാവുന്നില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? അത് നമ്മളെ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു മോശം ഡയലോഗ്. അങ്ങനെയൊന്നല്ല, ഇതിനും വലുത് വരാനുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ നല്ലൊരു പ്രോഗ്രാം കാണുന്ന ഓഡിയൻസിന് എന്തോ ഇതിനകത്ത് വേറെ സംഭവിച്ച പോലെയൊക്കെ പറയില്ലേ, വിചാരിക്കില്ലേ? പക്ഷെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അത് പുള്ളി ഭയങ്കര ഫാനും കാര്യങ്ങളാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പുള്ളിയെ ഞാൻ സംസാരിച്ചപ്പോഴത്തേക്ക് പുള്ളി ദേഷ്യമുണ്ട്. അയാളുടെ സംസാരിച്ചപ്പോൾ അയാളൊന്നും പിന്നെന്താ ഫാൻ പുള്ളി? നമ്മൾ കൂടെ പോകുന്നവന്റെ ബോഡി ഗാർഡ് സംസാരിക്കണം ഫാൻ പറഞ്ഞിട്ടുണ്ടോ? ചേട്ടൻ ആരാന്? ഏതാ ചേട്ടൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കണം ആരും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സംസാരിക്കില്ലേ? നമ്മൾ ഒരു ഫാൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വിഷ്വലി കൂടെ ബോധ്യപ്പെടണ്ടേ? അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. അതിപ്പോ ഇക്കാനെ നോക്കേണ്ട കാര്യമില്ല, ഞാനൊരു മനുഷ്യനാ. സംസാരിക്കുന്നതിനാ സ്വഭാവം എനിക്ക് ശരിക്കും അറിയത്തില്ല. ആദ്യം അവൻ ഇരിക്കുന്ന സീറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറയാനോട് കേട്ടോ. ഡോ എന്നൊക്കെ പറയാൻ കാണിക്കണം കൊടുത്താലോ? എന്റെ കസേര നീ ബാഗ് കിട്ടത് ഇവിടെ ഇരുന്ന എന്ത് കുഴപ്പം? ഞാൻ കൊടുക്കും. റോളിംഗ് ആണോ? പറ. ആക്ഷൻ. നിങ്ങൾ അവിടത്തെ അതൊന്നും ഇനി ക്യാച്ച് ചെയ്യില്ല. അത് സൗണ്ട് കേൾക്കത്തില്ല. ചേട്ടാ ഈ സൗണ്ട് കിട്ടും ചേട്ടാ, ഗ്രാസ്പ് ചെയ്യും. അതൊക്കെ അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ലേപ്പലിൽ നിന്നാണ് ഓഡിയോ ക്യാച്ച് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ പുറത്ത് നിൽക്കുന്ന അതിൽ നിന്നൊന്നും അല്ല. നമ്മുടെ ചെവിയിൽ ആ പാട്ട് കയറുന്നുണ്ടെങ്കിൽ അത് മൈക്കിൽ ക്യാച്ച് ചെയ്യും. നമ്മുടെ ചെവിയിൽ ആ പാട്ട് കയറുന്നുണ്ടോ? എങ്ങനെ? ഹലോ, ഒരാളെ തീരെ അങ്ങ് സംസാരിക്കരുത് കേട്ടോ. ക്യാമറയെ കുറിച്ച് എല്ലാം അറിവുള്ള ആളല്ല. എന്താ അല്ലെന്നേ, ആ സൗണ്ട് നമ്മുടെ ചെവിയിൽ കയറുന്നില്ലേ, അത് തന്നെ മൈക്കിൽ ക്യാച്ച് ചെയ്യും. മൈക്കിൽ പറയട്ടെ, സൗണ്ട് എഞ്ചിനീയർ ആയിരിക്കുന്നു പുള്ളി പറയട്ടെ. ക്രൂ വരെ പറയുന്നത് പിന്നെ എന്തോ വന്നാ അത് അവിടെ കേൾക്കുന്നില്ലേ, നമ്മളെ ചെവി കേൾക്കുന്ന പോലെയാണ് നമ്മളെ
അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് വൈൻഡ് ചെയ്യാൻ പോവാണ്. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു കംപ്ലീറ്റ്ലി എൻജോയ്ഡ്. താങ്ക് യു നജീം, താങ്ക് യു സുരാജ്, താങ്ക് യു ബാലമുരളി ചേട്ടൻ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് പ്രതീക്ഷിച്ചോടെ തന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. സോ വിൽ ഓൾ സീ യു നെക്സ്റ്റ് ഇയർ. ഹലോ ഇത് ക്രിസ്മസ് എപ്പിസോഡ് അങ്ങനത്തെ ആക്ഷൻസ് ഒന്നും വേണ്ട. നോർമലി സാധനം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അയാളുടെ ഒരു ബൈറ്റ് എനിക്കിരിക്കാൻ വയ്യ, ഞാൻ കഴിക്കാൻ വയ്യ. അല്ല അത് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. എനിക്ക് സംസാരിക്കാൻ അറിയാമല്ലെന്നാ പറയണത്. സംസാരിക്കാൻ നമ്മൾ ഒരു പ്രോഗ്രാമിന്റെ ഇത് പോരെ ഇത്രയും പറഞ്ഞ ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞ ഇപ്പൊ മനസ്സിലായില്ല എന്നെ പരിചയപ്പെട്ടെന്നുള്ളത്. ഇത്രയും വലിയ മനുഷ്യൻ, നിങ്ങളാരാന്ന് എനിക്കറിയില്ല, ഇത്രയും വലിയൊരു മനുഷ്യൻ പുള്ളി എന്നെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കണേ. എനിക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാക്കി എന്ത് കഴിവുണ്ടാകും അത് പറ, അതാദ്യം നീ പറ. അല്ല ഞാൻ പ്രൊഫഷണൽ ആയിട്ട് അങ്ങനെ നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞു. അവിടെ നമ്മുടെ എന്റെ പ്രൊഫഷൻ ഞാൻ ക്യാമറമാനാ, ഞാൻ ഫ്രെയിമിലൊന്നും കയറാറൊന്നുമില്ല. അതിന്റെ ഇടയിൽ കയറി എന്നോട് ചോദിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ ഇരുന്നു തരാം. വെറുതെ ഇരുന്നാ ഞാൻ പറയാം. പാലം കയറിയല്ല എന്റെ അപ്പുറത്ത് ആ പെൻഡാമേനൊക്കെ കംപ്ലീറ്റ് അറിയാമോ? ഒരു കോമഡി ഷോ ആയിരുന്നു. ഇതിന് പണി ഹലോ, ഞാൻ പാലങ്കര അവിടെ നിൽക്കണോ? നിങ്ങൾ കൊടുവാൻ പറ്റാൻ വരുമോ? Christmas celebration, Christmas cake cut ചെയ്യാൻ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല. And the best Christmas is to celebrate it with people you really love and who loves to have fun. എന്തായാലും ഇതുപോലെ ഒരു കിടില ആളെ നമുക്ക് കൂട്ടിയാൽ സൂപ്പർ ആയിട്ടോ. പൊളിച്ച് എന്ത് തോന്നിപ്പോ സർപ്രൈസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ? അറിഞ്ഞിരുന്നോ ഇങ്ങനത്തെ പണിയാന്ന്? ഇല്ല, അറിഞ്ഞില്ല. അടിപൊളിയാണല്ലോ നമ്മുടെ ക്രിസ്മസ്. എന്തായാലും ഇതിനെപ്പറ്റി നേരത്തെ എന്നോട് ചോദിച്ചില്ലേ ഏറ്റവും നല്ല ക്രിസ്മസ് ഏതായിരിക്കും എന്നുള്ള, പക്ഷെ എനിക്ക് അപ്പൊ പറയണമെന്നുണ്ടായിരുന്നു ഇതായിരിക്കും. പക്ഷെ ഇപ്പൊ ഉറപ്പിച്ചു അല്ലേ? ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യട്ടെ, ഇതുപോലെ തന്നെ നന്നായിട്ട് പുള്ളിയുടെ നിഴല് പോലെ നിന്നു. അടിപൊളി, നല്ല ജോബ്. കേരള മാത്രമല്ല, ഐ തിങ്ക് ഇൻ ഇന്ത്യ ഫസ്റ്റ് ടൈം ആയിരിക്കും ഫാനിന് അതെ സൂപ്പർ സ്റ്റാർ സർപ്രൈസ് കൊടുക്കുന്നത്. എല്ലാ സ്റ്റാർസും ഇൻസ്പയർഡ് ആയിരിക്കും. ആൻഡ് ടുഡേ വി ഹാവ് ദ സ്റ്റാർ ഓഫ് ദ ഷോ ആൻഡ് ദാറ്റ് ഈസ് നൺ അതർ ദാൻ വിളിക്കൂ സൂപ്പർ മാമിനെ വിളിക്കാം, ഉമ്മയെ വിളിക്കാം. ഉമ്മ എല്ലാവർക്കും പരിചയമുണ്ട്. ഉമ്മ വാ ഉമ്മ. യെസ് ഉമ്മ, ഞങ്ങളുടെ നമ്മുടെ സാരഥിയും നമ്മുടെ ഓൾ ഇൻ ഓൾ ആണ്. ഹാപ്പി ക്രിസ്മസ് അനീഷ്. അനീഷിനും കൊടുക്കായിരുന്നു. പക്ഷേ കാര്യം അറിയായിരുന്നു. ഞാൻ പറഞ്ഞ അഥവാ നീ മറ്റേ എരിതിയിൽ എണ്ണ ഒഴിക്കാനായിട്ടാണ് അഥവാ സിറാജ് പെർഫോമൻസ് കുറയുവാണെങ്കിൽ അതിനാണ് അനീഷ് വന്നത്. ഉമ്മ നമ്മുടെ ബാക്ക് സ്റ്റേജിൽ ഒഴിക്കേണ്ടി വന്നില്ല. എല്ലാ ഫ്രണ്ട്സും ഉണ്ടല്ലോ. ഉമ്മയ്ക്ക് ഒരു പ്രത്യേക സന്തോഷമാണ്. ഉമ്മയുടെ അവരുടെ കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾക്കിടെ ക്രിസ്മസ് അടിപൊളിയാക്കും. ഉമ്മ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തേ. ഓക്കെ, Merry Christmas പാടു പൂജു. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. അങ്ങനെ ഈ മനോഹരമായ ക്രിസ്മസ് കേക്ക് നല്ലൊരു ഉമ്മയോടൊപ്പം ഞങ്ങളുടെ ഏറ്റവും പ്രദർശനം, അതെ നല്ല ഉമ്മ, നല്ല ഉമ്മയോടൊപ്പം ഞങ്ങൾ ആഘോഷിച്ചു. അടിപൊളി. നജീം, താങ്ക് യു. ഓ സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഈ ഒരു ആഘോഷവുമായി അടുത്ത വർഷം ഇതുപോലെ സെലിബ്രിറ്റിയോ ഫാമിലിയോ പണിയാൻ ഞങ്ങൾ വരും. ഉമ്മ കഴിച്ചോട്ടെ. ടാറ്റ, ബൈ ബൈ. നജീം ടാറ്റ.